ദുബായിക്ക് ഞാൻ പോയപ്പോണ്ട് ദുബായിക്ക് പോയപ്പോണ്ട് എയർപോർട്ടിൽ കംപ്ലൈന്റ് ചെയ്തിട്ട് എനിക്ക് നല്ല പാസ്പോർട്ട് ഉണ്ടായിരുന്നു. ഒരു പാസ്പോർട്ട് എടുക്കാൻ എത്ര ഇടങ്ങാതെ വെക്കുന്നത് എന്നിട്ടല്ല കള്ള പാസ്പോർട്ട്. അവസാനം എയർപോർട്ടിൽ നിന്ന് തടഞ്ഞു വെച്ചു. ഉദ്യോഗസ്ഥന്മാർ ഞാൻ സത്യം പറഞ്ഞു അതുകൂടാതെ പിന്നെ കുറേ കാര്യങ്ങൾ എങ്ങനെയൊക്കെ എന്നെ തകർക്കാൻ കഴിയും അതൊക്കെ നോക്കി നടക്കുന്നില്ല. അവസാനം ഒരു പെണ്ണിന്റെ വിഷയത്തിലും ഒരു പെണ്ണിനെ പിടിച്ചിട്ട് തങ്ങൾക്ക് വേണ്ടി വേറൊരാൾ പെണ്ണ് ആവശ്യപ്പെട്ടിരിക്കണേ എന്ന് പറഞ്ഞിട്ട് പോലീസ് സ്റ്റേഷനിൽ കേസ് കൊടുത്തു. എനിക്കെന്തിനാ മോളെ പെണ്ണ്, എനിക്കെന്നെ 10-55 അടിമമാരുണ്ട്. അങ്ങനെ പ്രേമിക്കൽ ഓരോ നമ്പർ വാങ്ങിക്കൊടുക്കും. തമാശ പറയല്ല, ഞാൻ എൻ്റെ അവസ്ഥ പറയാം. എന്റെ ജീവിതം എന്നെ അറിയുന്നവർക്ക് എന്റെ ജീവിതം അറിയാം, എന്നെ അറിയുന്നവർക്കറിയാം. എന്നിട്ട് ഇവരെന്താ എഴുതിക്കണല്ലോ, ഇവര് കണ്ടമാനം പിന്നെ സ്ഥലത്തിന്റെ പേരില് കോടികൾ അഴിമതി. എല്ലാ യൂട്യൂബിലും എല്ലാ ഇതിലും കോടികൾ അഴിമതി തങ്ങൾ നടത്തുകയാണ്. എനിക്കൊന്നും വേണ്ട, ഞാൻ എത്തിയുമായി വന്നത്, ഒരു മുതലും വേണ്ട. അല്ലാഹു പാവപ്പെട്ട എത്തിയും മക്കളെ നോക്കാനുള്ള സമ്പത്ത് അല്ലാഹു തരട്ടെ. ഞാൻ ഒരാൾ ഇല്ല, ഒരാൾ മുതലും ഞാൻ എടുത്തിട്ട് എങ്ങനെയെല്ലാം എന്നെ വേട്ടയാടാൻ പറ്റും, അവസാനം എങ്ങനെ ദോഷം എന്താ അള്ളാഹു എന്തെങ്കിലും ഒരു വഴി റബ്ബിലേക്ക് കാണിച്ചു തരും. മനസ്സിലായോ? അപ്പോ ഇവര് നിങ്ങൾ പെട്ടു പോകാതിരിക്കാൻ പറയണം. എന്നെ കുറിച്ച് അറിയണോ? നിങ്ങൾ ഈ നാട്ടിൽ വന്നാൽ മതി, ഞാൻ ആരാണെന്നല്ല നിങ്ങൾക്കറിയാം. ഇവരിക്കും നിന്നെ കുറിച്ചിട്ടില്ല, അറിയില്ല. പൈസ കൊടുത്താൽ ഇവര് യൂട്യൂബ് എടുത്തില്ല, ഒന്നും ഇടൂല. അപ്പൊ അതുകൊണ്ട് കേട്ടോളി, എയർപോർട്ടില് അതുപോലെ തന്നെ യൂട്യൂബർമാർ ഏതൊക്കെ കേസ് കൊടുത്തിട്ടും അതും ഇതും എങ്ങനെയൊക്കെ തകർക്കാൻ ശ്രമിക്കുന്നുണ്ടോ, എന്നോട് പറയാമല്ലേ, ഞങ്ങൾ ഇതിന് പഴയതുപോലെ ആളുകൾ ഇല്ലാതെ വെക്കും. അതുകൊണ്ട് എന്ത് ചെയ്യണം, 10 ലക്ഷം. ഞാൻ ഒരു യൂട്യൂബർ വീഡിയോ കണ്ടു, കാസർകോട്ടെ. ഒരു പല്ലിങ്ങനെ കടിച്ചിട്ട് പല്ലിങ്ങനെ കണ്ടത് പലി ആരും കണ്ടിട്ടില്ല. ഓനക്ക് ദേഷ്യം പിടിച്ചിട്ട് പല്ലിങ്ങനെ കടിച്ചിട്ട് നിങ്ങൾ പൈസ എന്താ സത്യം പറഞ്ഞ ഓന്റെ മുന്നിലൊക്കെ പേപ്പറിന്റെ കിട്ടിക്കണില്ല, സിംഹം ഒന്നും ആവില്ല, അലച്ചു കുടിച്ചു. അത്രയ്ക്ക് ദേഷ്യമാണ്. അപ്പൊ അതുകൊണ്ട് നൂറെ ഹബീബിന്റെ മുത്തുമണികളോട് നിങ്ങൾ സ്വലാത്തുൽ ഫാത്തിഹയുടെ ആളുകളാണ്. ഒരാളെ ഫിത്നയിൽ പെട്ടു പോകരുത്. അല്ലാഹു കാത്തു രക്ഷിക്കട്ടെ. ഒരാളിനെ പടുത്ത് വിളിച്ചിട്ട് പറഞ്ഞു, സയ്യിദ് നിങ്ങളെ വേട്ടയാടിയതുപോലെ ദുനിയാവിൽ ഒരാളില്ല. കാരണം എന്താ, യൂട്യൂബ് തുറന്നാലും ഫേസ്ബുക്ക് തുറന്നാലും നിന്റെ ഫോട്ടോ കാണും. ഒന്ന് ആലോചിച്ച് സുബ്ഹാനഹു വ തആല അവരുടെ ശർറകൾക്കൊക്കെ അല്ലാഹു നമ്മളെ കാത്തു രക്ഷിക്കട്ടെ കേട്ടോ. അപ്പൊ അതുകൊണ്ട് യൂട്യൂബിലും ഫേസ്ബുക്കിലൊക്കെ മോശമായത് വരും, അതിലൊന്നും പെട്ടുപോണ്ട. അല്ലാഹു നമ്മളെ കാക്കട്ടെ. പിന്നെ ഇനി ഈ യൂട്യൂബർമാരോട് എനിക്ക് പറയുന്നത് കേട്ടോളൂ. ഓനൊക്കെ പരിപതിക്കുന്നത് കാണണ്ട. അപ്പൊ ഭയങ്കര ചിരിയായിരിക്കും. കാരണം എന്താ, നല്ല കോള് കിട്ടിയാലോ. അപ്പൊ കുട്ടികളൊക്കെ എത്തുന്ന മാറി ചായയൊക്കെ കുറിച്ചിട്ട് പിന്നെ യൂട്യൂബർമാർ തമാശ പറയില്ല. കാരണം ഓരോ കുട്ടികളെ പോയിട്ടുണ്ടെങ്കിൽ എന്റെ നാളുന്നുണ്ടെങ്കിൽ മുഖ്യമന്ത്രി നാളിന് കിട്ടാൻ വേണ്ടി പത്രക്കാരെ കാട്ടിക്കൂല, അതുപോലെ എന്റെ നാളിന് കിട്ടാൻ വേണ്ടി കാത്തു നിൽക്കാൻ. അപ്പോ എന്നെ വേട്ടയാടാൻ വരുന്ന യൂട്യൂബർമാരോട് പറയാൻ അടിവരയിട്ട് പറയാം, ഒരിക്കലും ഇന്നെ തകർക്കാൻ കഴിയില്ല, ഒരിക്കലും കഴിയില്ല. ഒരാൾക്കും തകർക്കാൻ കഴിയില്ല. കാരണം പടച്ച റബ്ബിന്റെ സഹായം എനിക്കുണ്ട്. അതിൽ ഒന്നാമത്തെ കാര്യങ്ങൾ കേട്ടോളി,
സ്വലാത്തുൽ ഫാത്തിഹ എവിടുന്ന് കിട്ടി? ഈ സ്വലാത്തുകൾ കേൾക്കൽ ആദ്യത്തല്ലേ കേൾക്കണേ? അവിടെ എവിടുന്ന് കിട്ടി എന്ന് ഒരുപാട് പണ്ഡിതന്മാരും ഒരുപാട് ആളുകൾ എന്നോട് ചോദിക്കും. തങ്ങൾ പാപ്പ ഇത് എവിടുന്നാണ് കിട്ടിയത്? കിട്ടിയത് മാത്രമല്ല സ്വലാത്തുൽ ഫാത്തിഹയുടെ ഇജാസത്ത് കൊടുക്കാൻ എവിടുന്നാണ് അല്ലാഹു നിങ്ങൾക്ക് അവസരം തന്നത്? അത് ഞാൻ പറയില്ല, അത് ഞാൻ പരസ്യമായിട്ട് പറയൂല. പിന്നേക്ക് പറയാനുള്ളത് കൊടക്കാടിന്റെ മണ്ണ് പൊന്നാണ്, അത് പൊന്നെന്നെയാണ്, അതൊരു സംശയമില്ല. കേട്ടോളി പെണ്ണുങ്ങൾ കേട്ടോളി കേട്ടോ. ഞാൻ അവിടെ പുതിമരം സ്ഥാപിച്ച് അവിടെ വന്ന് എന്ത് കാര്യം പറഞ്ഞാലും അത് ഓക്കെ. 70 മക്കളെ കെട്ടിച്ചില്ലേ, ഒരാളേക്ക് പോയിട്ട് തിരിച്ചിട്ടില്ല. നിങ്ങൾ പോയി യൂട്യൂബർമാരൊക്കെ നമ്മൾ പറയാനെടുത്ത് കൊടുക്കാറൊക്കെ വരും. കൊടുക്കാട് വന്നിട്ട് കുടിമരത്തിനവിടെ നിന്നോക്കണം. ആളുകൾ പൈസ സ്വർണം കൊടുക്കാനൊക്കെയാണ്. ഇനി നിങ്ങൾ എത്ര യൂട്യൂബർമാർ പൈസ തരണ്ടെന്ന് പറഞ്ഞാലും എന്റെ കൂടെ പറഞ്ഞാൽ എനിക്ക് തരും. പുള്ളിക്കറിയാം ഇതെന്താ കണക്ക്. നിങ്ങൾക്കറിയോ എത്ര എത്തി മക്കൾ നമ്മൾ നോക്കേണ്ടത്? എത്ര എത്തി മക്കൾ ഓരോ എത്തി കുടുംബത്തിനും മാസം ഇത്ര പൈസ വെച്ച് പോകുന്നു. ഇപ്പൊ ഞാൻ അല്ലേല് ദുബായ് അല്ലേല് ചെറിയൊരു സംരംഭം തുടങ്ങിയിട്ടുണ്ട്, ഒരു ബിസിനസ്. പൈസ നടത്തിയിട്ടില്ല. എന്നാ ഞാൻ എന്താ വിചാരിക്കുന്നത്, എന്റെ കൂടെ പുറത്തുങ്ങൾ ഒരാൾക്ക് തന്നെ വിസലിക്ക് ജോലി കിട്ടിയത് ഹൈറല്ലേ. ഞാൻ അവിടെ പോയിട്ട് കുറച്ചിങ്ങനെ നിന്ന് കഴിഞ്ഞാൽ ഒരുപാട് വിസലിക്ക് കിട്ടും എന്റെ കൂടെ പുറത്തുകൾ. ഞാൻ അതാ ചിന്തിക്കുന്നത്. അപ്പോ കൊടക്കാട് ഒരു ദിവസം ഒരു ആലിം എന്നോട് വന്നിട്ട് പറഞ്ഞു, ഒരു ചികിത്സ ചെയ്യുന്ന ആളാണ്, നിങ്ങൾ ഭയങ്കര മറ്റൊരു ഇത്തരത്തോളം ആളുകൾ. അത് മാത്രമല്ല തങ്ങള് ഇവിടെ വന്ന് ഞാൻ കുറെ സമയമായി. ഇവിടെ മനസ്സിന് വല്ലാത്ത കുളിർമ. ഇവിടെ എന്തോ ഒരു സംഭവം ഉണ്ടായിരുന്നു, ഇവിടെ എന്തോ ഒരു സംഭവം ഉണ്ട് തങ്ങള്. അത് മാത്രമല്ല അവിടെ എല്ലാ ദിവസവും ആളുകൾ വന്നിട്ട് ചൂടെടുക്കണ്ട തീർച്ചയായിട്ടും ഒരുപാട് ആളുകൾ ഇവിടെ എല്ലാവർക്കും ഫലാണല്ലോ. അതെന്താ ആളുകൾ പറയുന്നുണ്ടെങ്കിൽ നാവിനെന്തോ അസുഖം, എന്റെ നാവിനെന്തോ അസുഖമില്ലാതെ എനിക്കല്ലോ ഒരു ഞാമത്ത് തന്നിട്ടില്ല. എന്നാൽ കേട്ടോ പെണ്ണെ, ശ്രദ്ധിച്ച് കേട്ടോ പെണ്ണുങ്ങളെ, ഒരു ഒറ്റ മിനിറ്റ് പെണ്ണുങ്ങളെ മുടി കാണുന്നുണ്ട് കേട്ടോ. ഈ മുടി പോയി എന്നൊക്കെ ഇപ്പൊ ചെലവ് കൂടുതലാണ്. കാരണം എന്താ പറയുക, ഞാൻ വരുന്നവരുടെ പറയും മുടി കാണിച്ചാൽ മുടി കൊഴിയുന്നത്, മുടി സ്റ്റൈലാക്കാൻ വേണ്ടി മുടി പിന്നീട് കാണിച്ചില്ല. അപ്പൊ നമ്മളെ മുടി കൊയ്യും, പിന്നെ നമ്മൾ മുടി എണ്ണയിരിക്കും. അപ്പോ എന്നാൽ കൊടക്കാടിന്റെ മണ്ണ് പൊന്ന. അതെന്താ കാരണം എന്നറിയോ? അല്ലാഹു ഒരുപാട് ഔലിയാക്കളെ എന്തൊരു നിഅമത്ത് റബ്ബിക്ക് തന്നിട്ടുണ്ട്. അതൊരു പക്ഷേ എന്റെ ഉമ്മയുടെ ആകാം, അതല്ലെങ്കിൽ നമ്മൾ പാവപ്പെട്ടവര്. ഞാൻ ചെറിയ പ്രായത്തിൽ പന്ത് കളിച്ചിരുന്നു. അന്ന് പന്ത് കളിക്കാൻ പോയിട്ട് കപ്പടിച്ചാൽ